ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും കഥ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു ഒരു ചെറിയൊരു മെസ്സേജ് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സീഗുൾ, അതായത് കടൽക്കാക്ക, ആ കടൽക്കാക്കയുടെ ഒരു കഥയുണ്ട്. അത് എഴുതിയിരിക്കുന്നത് റോബർട്ട് ബാച്ച് എന്ന് പറയുന്ന ഒരു യൂറോപ്യനായിട്ടുള്ള ഒരു ആളാണ്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ ജോനാഥൻ എന്ന് പറയുന്ന ഈ കടൽക്കാക്ക അവരുടെ അതായത് ജോനാഥൻ്റെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ അങ്ങനെ അടങ്ങുന്ന വലിയൊരു സംഘത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോനാഥൻ ഒരു കടൽക്കാക്കകളുടെ നമുക്കറിയാം, അത് കടലിലേക്ക് പോകുന്നു, മീനെ പിടിക്കുന്നു, കഴിക്കുന്നു, തിരിച്ചു വരുന്നു, പാറപ്പുറത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ജോനാഥൻ ഒരു ദിവസം തോന്നി, ഇങ്ങനെ ഞാൻ ദിവസവും പോയി മീൻ പിടിക്കുന്നു, അതിനെ കൊണ്ടൊന്ന് കഴിക്കുന്നു, പറക്കുന്നു, പിന്നെയും വരുന്നു, ഇരിക്കുന്നു, ഇതിൽ കവിഞ്ഞ് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ജോനാഥൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ജോനാഥന് മനസ്സിലായത് എനിക്ക് പറക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും പറക്കുന്നുണ്ടെങ്കിലും ഈ പറക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ലോകം, ഒരാകാശം ഉണ്ടോ എന്നുള്ളൊരു സംശയം ജോനാഥന് ഒരിക്കൽ വഴിവാനിടയായി തീർന്നു. അങ്ങനെ ജോനാഥൻ സാധാരണ കടൽക്കാക്കൾ പറക്കുന്നതിന് ഉപരിയായിട്ട് പറക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇനി അത് സാധിക്കുകയില്ല എന്ന് ഒരു ഘട്ടം വന്നപ്പോൾ ജോനാഥൻ ഈ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ അവൻ്റെ കൂട്ടുകാരോടൊക്കെ വന്ന് പറയും. അപ്പോൾ കൂട്ടുകാർ ഇവനെ ഭയങ്കരമായിട്ട് കളിയാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആരും ഈ കടൽക്കാക്കൾ സാധാരണ പറക്കുന്നതിന് മീതെ പറന്നിട്ടേ ഇല്ല, അങ്ങനെ ഒരു ആകാശമില്ല, അങ്ങനെ ഒരു അനുഭവമില്ല എന്നാണ് അവർ കൂട്ടുകാരവരോട് പറഞ്ഞത്. അങ്ങനെ പല തരത്തിൽ ഈ കൂട്ടുകാരും ബന്ധുക്കളുമായിട്ടുള്ള മറ്റ് കടൽക്കാക്കകൾ ഈ ജോനാഥനെ നിരുത്സാഹപ്പെടുത്തി ഇനി പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ ജോനാഥൻ പിന്നെയും അത് തന്നെ തുടർന്ന് ഇങ്ങനെ പിന്നെയും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യമായി സാധിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് വളരെ ഉയർന്ന അവസ്ഥയിലേക്ക് പിന്നെയും ജോനാഥന് പോകാൻ തക്കോണം കഴിഞ്ഞു. അത് പിന്നെയും തിരിച്ചു വന്ന് കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ വിലക്കുക മാത്രമല്ല, അവൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ട് ഇവനെ ഇനി ഒരിക്കലും ഇതിനു വേണ്ടി വിടരുത് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിക്കുകയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജോനാഥൻ അതിനും വിധേയമാകാതെ ഇനിയും കൂടുതൽ പറക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഓരോ ദിവസവും അധികം ഉയരത്തിൽ പറക്കുവാൻ തക്കൊണ്ട് ശ്രമിച്ചു. അവസാനം ഈ മുതിർന്നവരുടെയും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒന്നും തന്നെ വാക്ക് കേൾക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവരെല്ലാവരും കൂടെ ഈ ജോനാഥനെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ദിവസം പുറത്താക്കിയാണ്. വളരെ ക്ഷീണിച്ചവനായി, വളരെ വിഷമത്തോടെ തൻ്റെ കൂട്ടം വിട്ട് അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ അരികത്ത് നിന്ന് ജോനാഥൻ ഒറ്റപ്പെട്ടവനായിട്ട് ദൂരേക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ കടന്നുപോയി ജോനാഥൻ വിഷമിച്ചിരുന്നുവെങ്കിലും പിന്നെയും തൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പറന്ന് വലിയൊരു ഹൈറ്റിലേക്ക് ജോനാഥൻ എത്തിയിട്ട് താഴേക്ക് നോക്കിയപ്പോൾ അതുവരെ താൻ കാണാത്ത ഒരു കാഴ്ച, അതുവരെ താൻ കാണാത്ത ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോനാഥൻ ഒരു കാഴ്ച കാണുന്നത്. അവിടെ താൻ മാത്രമല്ല, പല കടൽക്കാക്കകളും ഇവനെ പോലെ തന്നെ ആ ഉയരത്തിൽ വന്നിട്ടുണ്ട്. ജോനാഥൻ അതുവരെ ചിന്തിച്ചിരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ ജോനാഥൻ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ അനേകർ ഈ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ജോനാഥൻ അവരോടൊപ്പം അധികമായി പറന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തി. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ലഭിച്ചു. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ഇങ്ങനെ പറക്കുന്നത് നിൻ്റെ അനുഭവം നിന്നിൽ തന്നെ ഒതുങ്ങിയിരുന്നാൽ പോരാ, നീ ചെന്ന് നിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരോട്
ഈ അനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോനാഥാൻ തിരിച്ച് അവരുടെ ആ പഴയ കൂട്ടത്തിലേക്ക് വന്നിട്ട് ഈ സുഹൃത്തുക്കളെയും ഒക്കെ അതിനുവേണ്ടി നിർബന്ധിക്കുവാൻ തക്കോണം ഇങ്ങനെ പറന്നു വരുന്ന താഴേക്ക് വരുന്ന സമയത്താണ് ജോനാഥാൻ്റെ അതേ അനുഭവത്തിൽ, അതായത് മുമ്പ് കൂട്ടുകാരും ചാർച്ചക്കാരും എല്ലാം തള്ളിക്കളഞ്ഞ അനുഭവത്തിൽ മറ്റൊരു കടൽക്കാക്കയെ അവിടെ കണ്ടത്. ആമേൻ, സ്തോത്രം. അത് കണ്ടപ്പോൾ ഇവന് വളരെയധികം ഒരു ഹൃദയം അവരിലേക്ക് ലയിച്ചു. കാരണം ഇതേ അനുഭവത്തിൽ കൂടി ഇതിനു മുമ്പ് ഈ ജോനാഥാൻ കടന്നുപോയതാണ്. കാരണം എല്ലാവരാലും തള്ളപ്പെട്ട് നീ ചെയ്യുന്നത് അബദ്ധമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൻ്റെ തള്ളിക്കളഞ്ഞ അനുഭവത്തിൽ നിന്നാണ് ജോനാഥാൻ മറ്റൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അതുപോലെ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോനാഥാൻ അവിടെ ചെന്ന് പറഞ്ഞു, സുഹൃത്തെ, നിന്നെപ്പോലെ ഞാനും ഒരിക്കൽ ഈ അനുഭവത്തിലേക്ക് എല്ലാവരാലും തള്ളപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴിയുടെ മഹത്വം മറ്റു കടൽക്കാക്കൾക്ക് അറിയാത്തത് കൊണ്ട് അവരെന്നെ തള്ളിക്കളഞ്ഞതാണ്. നീ ഒരിക്കലും ഭാരപ്പെടണ്ട, നീയും എന്നോടൊപ്പം പറന്നാൽ നിനക്കും ഒരു ദിവസം ഞാൻ എത്തിച്ചേർന്ന ആ മഹത്തായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്ന് പറഞ്ഞ് ആ വീണ് കിടന്ന തൻ്റെ സുഹൃത്തിനെ കൊണ്ട് ഒരുമിച്ച് പറക്കുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. ഈ കഥ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ ഒരു വാക്യം ഇതിനോട് ബന്ധത്തിൽ ഞാൻ വായിക്കാൻ തൊക്കണം ആഗ്രഹിക്കുന്നു. ഒന്ന് വായിച്ച് സഹായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത് അതായത് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളതാണ്. കാരണം അനുരൂപരായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രത്യേകിച്ചും യൂത്തിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ പോകുന്ന സ്കൂള്, കോളേജ്, നിങ്ങളുടെ ചുറ്റുപാടുകൾ, ആ അവസ്ഥയിലൊക്കെ ഉള്ള ആ കൂട്ടുകാരെന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഈ അനുഭവത്തെ സ്വീകരിക്കാനോ നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കുന്നു എന്ന് പറയാനോ നിങ്ങളെ അഭിനന്ദിക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലല്ല അവരുള്ളത്. കാരണം ഈ ജോനാഥാനെ പോലെ പറന്ന് ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ആരും തന്നെ അവരിതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അവരെ സംബന്ധിച്ച് ഈ ലോകവും ഈ ലോകത്തിൻ്റെ പോക്കും ഈ ലോകത്തിൻ്റെ ക്രമവും അതാണ് ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും മനുഷ്യർക്ക് പ്രാക്ടിക്കലായിട്ടുള്ളതും. പക്ഷേ ദൈവവചനം എന്താണ് പറയുന്നത്? നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന പിശാചിനോടൊപ്പം തന്നെ നിങ്ങളും നശിച്ചു പോകും. ആ നാശത്തിൽ നിന്നും തെറ്റി ഒഴിയുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്തോത്രം കാൽവറിയിൽ യാഗമായി തീർന്നതും ആ അനുഭവത്തിലേക്ക്, ആ നിത്യജീവനിലേക്ക് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നതും. അതിനുവേണ്ടിയുള്ള വിളിയാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോരുത്തരും കിടക്കുന്നത്. ജോനാഥാൻ ഒരിക്കൽ ലഭിച്ചതുപോലെ സ്തോത്രം ഞാൻ സാധാരണ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ കൂട്ടുകാരെ പോലെ ഈ ലോകത്തിൻ്റെ കാഴ്ചയിലും കാഴ്ചപ്പാടിലും തങ്ങി നിന്ന് കഴിഞ്ഞാൽ സ്തോത്രം ഇതിനപ്പുറമുള്ള ഉയർന്ന അവസ്ഥയിലേക്ക് എനിക്കൊരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് കൂട്ടുകാരുടെ പ്രശംസയോ കൂട്ടുകാരുടെ നമ്മളോടുള്ള സ്നേഹമോ അതിൽ കവിഞ്ഞ് ഒരു വിളി നമ്മുടെ മേളിലുണ്ടെങ്കിൽ ആ വിളിക്ക് യോഗ്യരായ വണ്ണം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നാളെ തളർന്നും തകർന്നും കിടക്കുന്ന അനേകർക്ക് വേണ്ടി അനേകരുടെ നടുവിൽ അവർക്ക് ആശ്വാസമായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. യേശു പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഉപ്പാകുവാനാണ്. ഉപ്പ് കാരമില്ലാതെ പോയി കഴിഞ്ഞാൽ അതിനുകൊണ്ട് ഒരു ഗുണവുമില്ല, അതിനെ ചവിട്ടിക്കളയുമെന്ന് പറയാം. ഉപ്പിൻ്റെ ആ അനുഭവം നമ്മളിലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാണ് ഈ ലോകത്തിന് രുചി വരുത്തുന്നത്. ആ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ഒരു ഭാഗ്യകരമായ ഒരു പദവിയാണ്. പദവി എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. സാധാരണ ഒരു മനുഷ്യനെ ഒരു പദവിയിലേക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക നിയോഗം ഉണ്ടായിരിക്കും. സ്തോത്രം എല്ലാവർക്കും ഉള്ള പോലെയല്ല.
ഒരു പ്രത്യേക നിയോഗം, ഒരു പ്രത്യേക വിളി, ആ അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളിൽ കൂടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം ഇടയായി തീരും. അതിനായി നമ്മുടെ യൂത്തിനെ ഓരോരുത്തരെയും ദൈവം അധികമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗത്തിലിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.